Hello friends, Assalamu alaikum. Welcome back to Ansis Yummy Kitchen and Vlogs. തംബ്നെയിൽ കണ്ട പോലെ ഇന്ന് ഞാനൊരു കിച്ചൺ ടൂറുമായിട്ട് വന്നതാണ്. നമുക്ക് നമ്മുടെ കിച്ചൺ ഒന്ന് കണ്ടാലോ. നമ്മുടെ കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ അല്ല, എന്നാൽ ഒരു സെമി ഓപ്പൺ കിച്ചൺ ആണ്. ഇപ്പൊ ഡോറ് നമ്മൾ കൊടുത്തിട്ടില്ല, പിന്നെ നമ്മൾ ഇതാ ഒരു പർഗോളയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ കിച്ചണും ഡൈനിങ്ങും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ കിച്ചണിൽ ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഞാൻ ഈ കിച്ചൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഈ കിച്ചണിലെ എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് നമ്മളെ വീഡിയോസ് ഒക്കെ എടുക്കാലോ എന്ന് കരുതിയിട്ട് അന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചതായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയ. പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. നമുക്ക് ഇവിടെ എന്ത് ഫംഗ്ഷൻ നടക്കുമ്പോഴും കാര്യമൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് ഇത്. അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോയും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സീക്രട്ട് ഏരിയ ഉണ്ട്. ഇവിടെ നമ്മൾ കുക്ക് ചെയ്ത ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണത്. കിച്ചണിൽ ഷോ കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു ഷെൽഫ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലാണ് നമ്മൾ എല്ലാ ഗ്ലാസ്സുകളും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് ഓവന്റെ മുകളിൽ ഈ ഒരു ഷെൽഫിലാണ് ഞാൻ നമ്മുടെ ഇലക്ട്രിക് ഐറ്റംസ്, ഹീറ്റർ, നമ്മുടെ ചോപ്പർ, ഫുഡ് പ്രോസസർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ OTG ഓവനാണ്. അതുപോലെ ഇതിന്റെ താഴെയായിട്ട് ഈ ഒരു ഡ്രോയറിൽ ഓവന്റെ എല്ലാ സാധനങ്ങളുമാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കേക്കിന്റെ കുറച്ച് ഐറ്റംസ്, പിന്നെ മോൾഡുകൾ, ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ഡ്രോയറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൽ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറാണ്. ഇതാണ് GTPT ഗ്ലാസ് ട്രേ, പ്ലേറ്റ് ട്രേ. ഇതിലൊരു 36 പ്ലേറ്റ്സ് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അതുപോലെ ഇതിൽ ഗ്ലാസ് പ്ലേറ്റുകളും സെർവിങ് ബൗൾസ് ഒക്കെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓർഗനൈസറാണിത്. ഇത് എലീക്കയുടെ ഹോബാണ്. 3 ബർണർ ഫുൾ ബ്രാസ് ഓട്ടോ ഇഗ്നീഷൻ ആണ്. ഇതിൽ ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ അല്ല. അതുപോലെ 3 വർഷമായിട്ട് ഞാൻ ഈ ഒരു സ്റ്റൗ യൂസ് ചെയ്യുന്നുണ്ട്. വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ പാലൊക്കെ ഒരുപാട് തിളച്ച് തൂങ്ങുന്ന സമയത്ത് അതിൻ്റെ ഹോളൊക്കെ ഒന്ന് ബ്ലോക്ക് ആകുമ്പോൾ നമ്മൾ ഒരു തിൻ നീഡിൽ വെച്ച് അത് ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പം നല്ലപോലെ ക്ലിയർ ആവാറുണ്ട്. കിച്ചണിലുള്ള കബോർഡുകൾ കംപ്ലീറ്റ് നമ്മൾ മൾട്ടി വുഡിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. കിച്ചണിൽ എപ്പോഴും നനവ് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ മൾട്ടി വുഡാണ് യൂസ് ചെയ്തത്. ഇപ്പം 3 വർഷം യൂസ് ചെയ്തതിൽ നിന്ന് ഇതുവരെ വലിയ കംപ്ലൈൻറ്റ്സ് ഒന്നും ഇതിന് വന്നിട്ടില്ല. പിന്നെ നമ്മുടെ ഈ സൈഡിലുള്ള കബോർഡുകളിലെല്ലാം തന്നെ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന പാത്രങ്ങളും അതുപോലെ തന്നെ ബൗളുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ടാൻഡം യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഗ്യാസിന്റെ 2 സൈഡിലുമായിട്ട് നമ്മൾ പുൾ ഔട്ട് യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കുന്ന സീസണിങ്ങിന് ഉപയോഗിക്കുന്നതും അതുപോലെ കുപ്പി, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതുപോലെ ഗ്യാസിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന കത്തി, അതുപോലെ വുഡൻ സ്പാച്ചുലാസ്, സ്പൂണുകൾ, കുഞ്ഞു സ്പൂണ്, ഫോർക്ക്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് മറ്റൊരു GTPT ആണ്. ഇതിൽ ഡെയിലി യൂസ് ചെയ്യുന്ന കപ്പുകൾ, സ്റ്റീൽ പ്ലേറ്റുകൾ, ഇതൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലൊരു 29 പ്ലേറ്റ്സ് കൊള്ളുന്ന ടൈപ്പ് GTPT ആണ്. സിങ്കിന്റെ സൈഡിലായിട്ടാണ് നമ്മളിത് പ്ലേസ് ചെയ്യുന്നത്. ഇത് ഫ്രാങ്കിയുടെ ഡബിൾ ബൗൾ സിങ്കാണ്. മെറ്റീരിയൽ കോഡ്സ് ആണ്. ഇതിൻ്റെ അൺബോക്സിങ് വിത്ത് ഡീറ്റെയിൽസ് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
നമ്മൾ കിച്ചണിൽ ഒരു സെപ്പറേറ്റ് സ്റ്റോർ റൂം ഒന്നും കൊടുത്തിട്ടില്ല. അതിന് പകരമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തൊരു യൂണിറ്റ് ആണ് ഇത് കേട്ടോ. ഇതിലാണ് നമ്മൾ കിച്ചണിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഫ്രിഡ്ജാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു യൂണിറ്റ് പറഞ്ഞാൽ നമ്മൾ മൾട്ടിവുഡിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ കംപ്ലീറ്റ് മല്ലി, മുളക്, മഞ്ഞൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ കടല, അങ്ങനത്തെ സംഭവങ്ങൾ എല്ലാം നമ്മൾ ഇവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എല്ലാ സ്പൈസസ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ, വിനെഗർ, അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു ഷെൽഫാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഓരോന്നിലും ഓരോ സെക്ഷൻ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെയിനേഴ്സ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കപ്പ് കാര്യങ്ങൾ, മെഷറിംഗ് കപ്സ്, ഇതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ഒക്കെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡെയിലി എടുക്കുന്ന പത്തിരി, ചപ്പാത്തി പൊടി, അതുപോലെ തന്നെ അരി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ സ്നാക്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിൽ, പുഡിംഗ് ട്രേസ്, അതുപോലെ സ്നാക്സ്, പിന്നെ എക്സ്ട്രാ വരുന്ന നമ്മൾ പൊട്ടിക്കാത്തതും അങ്ങനത്തെ എക്സ്ട്രാ വരുന്ന സംഭവങ്ങളൊക്കെ ഇവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്കി വരുന്ന ഇതിൽ നമ്മൾ എക്സ്ട്രാ വരുന്ന ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്രിഡ്ജിന്റെ അടുത്ത് തന്നെയായിട്ട് നമ്മൾ ഈ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് എല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഷെൽഫിന്റെ ബാക്കി വരുന്ന ഒരു ഏരിയനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇവിടെ ചെറുതായിട്ട് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വലിയ ഉള്ളി, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ. ഇതിന്റെ സൈഡിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ നമ്മളൊരു എയർ പാസേജ് കൊടുത്തിട്ടുണ്ട്. കാരണം ഉള്ളികളൊക്കെ വെക്കുന്നതുകൊണ്ട് എയർ പാസേജ് മസ്റ്റാണ്. അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പൊ 3 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. യാതൊരു കംപ്ലൈന്റും ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ നമ്മളൊരു ക്ലോത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് റീയൂസബിൾ ആണ് കേട്ടോ. അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ബാക്കി ടൈമിലൊക്കെ ഞാൻ ക്ലോത്ത് തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇതൊരു ബ്രൂം ഹോൾഡർ ആണ്. ഇപ്പൊ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഫസ്റ്റ് ഞാൻ ഇവിടെ ചൂല് കാര്യങ്ങളൊക്കെ ആയിരുന്നു വെച്ചത്. പക്ഷെ കിച്ചണിലായതുകൊണ്ട് തന്നെ ഈ വക ഐറ്റംസ് ഒക്കെ ഹാങ് ചെയ്ത് വെക്കാൻ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നി. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാനും പറ്റും. അങ്ങനെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് എനിക്ക് കിച്ചണിലേക്ക് ഇത് തോന്നിയില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഒരു റീയൂസബിൾ കവറുകളൊക്കെ ഞാൻ ഇതിലാണ് സ്റ്റോർ ചെയ്ത് വെക്കാറ്. അതുപോലെ നമ്മളെ വേസ്റ്റ് കവറുകളൊക്കെ ഈ ഒരു ബിന്നിലാണ് പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെക്കാറുള്ളത്. ഈ യൂണിറ്റിന്റെ മുകളിൽ കൊടുത്ത കബോർഡുകളിലെല്ലാം നമ്മൾ ഡെയിലി യൂസ് ചെയ്യാത്ത, വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യുന്ന പാത്രങ്ങള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഈ ഷോ യൂണിറ്റിന്റെ മുകളിലായിട്ട് നമുക്കൊരു സ്റ്റോറേജ് വന്നിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ആണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ വലിയ വലിയ ചെമ്പുകള്, അങ്ങനത്തെ കാര്യങ്ങൾ, അത്യാവശ്യം വലുപ്പത്തിലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സ്പേസിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. കിച്ചണിൽ സെപ്പറേറ്റ് വർക്ക് ഏരിയ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പാത്രം കഴുകാനുള്ള ഒരു സൗകര്യം സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്കൊരു വർക്ക് ഏരിയക്ക് പകരം ഇത് തന്നെ ധാരാളമാണ്. പിന്നെ പുറത്ത് ഇങ്ങനെ ഒരു വരാന്ത കൊടുത്തിട്ടുണ്ട്.